Hi, hello dear students. Welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് ഫീവറിന്റെ സമയമാണതല്ലേ. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് അസൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള വീഡിയോസ്, അതായത് ആദ്യമായിട്ട് അസൈൻമെന്റ് ചെയ്യുന്ന ഫസ്റ്റ് സെം സ്റ്റുഡൻസ്, ഇപ്പം ഈ വർഷം അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇപ്പോൾ സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലുള്ള സ്റ്റുഡൻസിനൊക്കെ അറിയാം എങ്ങനെയാണ് അസൈൻമെന്റ് ചെയ്യുക എന്നുള്ളത്. കാരണം അവർ ഓൾറെഡി ഒരു അസൈൻമെന്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പം അവർക്ക് ഇതിനെക്കുറിച്ചൊരു പൊതുവായിട്ടുള്ള ധാരണ ഉണ്ടാവും. പക്ഷേ ഈ വർഷം അഡ്മിഷൻ എടുത്ത UG ആവട്ടെ, PG ആവട്ടെ, 4 ഇയർ UG സ്റ്റുഡൻസ് ആവട്ടെ, അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. സീനിയേഴ്സ് പറഞ്ഞ അറിവുണ്ടാകും, അല്ലെങ്കിൽ ലേണേഴ്സ് സപ്പോർട്ട് സെന്ററിൽ നിന്ന് കേട്ട അറിവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളോട് ബേസിക്കലി പറയാനുള്ളത്, അസൈൻമെന്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ, നിങ്ങൾ തിരഞ്ഞെടുത്ത ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസൈൻമെന്റിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ എങ്ങനെയാണ് അസൈൻമെന്റിന് ഇവർ ഇങ്ങനെ ആക്കി മാറ്റിയത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. സോ 70:30 റേഷ്യോയിലാണ് ഇങ്ങനെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ പരീക്ഷയും അസൈൻമെന്റും വരുന്നത്. അപ്പം 30 എന്ന് പറയുന്നതാണ് അസൈൻമെന്റിന്റെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസൈൻമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഒരു അസൈൻമെന്റും ഒരു ഇന്റേണൽ എക്സാമിനേഷനും ആയിരുന്നു. പക്ഷേ ആ ഇന്റേണൽ എക്സാമിനേഷൻ പ്രോപ്പറായിട്ട് യൂണിവേഴ്സിറ്റിക്ക് നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അത് പിന്നീട് അസൈൻമെന്റ് തന്നെ ആയി മാറിയത്. അങ്ങനെയാണ് ഒരു സബ്ജക്റ്റിന് 2 അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് കേട്ടപ്പോൾ ചിലവർ പേടിച്ചിട്ടുണ്ടാവും, ചിലവർക്ക് അതൊരു പുതിയൊരു ഇതായിരിക്കും. സാധാരണ നമ്മൾ സ്കൂൾ കാലത്തിലൊക്കെ നമ്മൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിനൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പം 2 എണ്ണമാണ്. അപ്പോൾ UG PG അസൈൻമെന്റ് ആണെങ്കിലും നിങ്ങൾ ഒരു അസൈൻമെന്റിന് 2, അതായത് ഒരു സബ്ജക്റ്റിന് 2 അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിൽ ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷുകാരുടെ ഫസ്റ്റ് സെമ്മിൽ ഒരു പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ. ആ പേപ്പർ ആണെങ്കിൽ അതിന് ഒരു അസൈൻമെന്റ് സെറ്റ് 1ഉം ഒന്ന് സെറ്റ് 2ഉം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സെറ്റ് 1ഉം സെറ്റ് 2ഉം ഒരേതാണോ ചോദിക്കും. അല്ല. കാരണം സെറ്റ് 1 അസൈൻമെന്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എന്നുള്ള പേരിലാണ് പറയുന്നത്. സെറ്റ് 2 എന്ന് പറയുന്നത് അനലിറ്റിക്കൽ എന്നുള്ള പേരിൽ. ഓക്കെ. സോ എങ്ങനെയാണ് സെറ്റ് 1 നമ്മൾ ചെയ്യേണ്ടതും സെറ്റ് 2 എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ പിന്നീട് പറയാം. ഇപ്പം നമ്മൾ സ്ട്രക്ചർ മാത്രം പറഞ്ഞു പോവാണ്. പിന്നെ അസൈൻമെന്റുകൾ എഴുതുന്ന സമയത്ത് 10 പേജെങ്കിലും മിനിമം നിങ്ങൾ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ അസൈൻമെന്റുകളെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി സർക്കുലർ പ്രകാരമായിരിക്കണം. അതായത് യൂണിവേഴ്സിറ്റി കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്, അത് ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റുകളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്, അസൈൻമെന്റുകൾ എഴുതി നിങ്ങളത് ലേണേഴ്സ് സെന്ററിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയല്ല. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു അസൈൻമെന്റ് സമർപ്പണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഓൺലൈനാണ്. അപ്പോൾ ഓൺലൈൻ ആയിട്ടാണ്. അതായത് അപ്പോൾ ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിർബന്ധമായിട്ട് നിങ്ങൾ അസൈൻമെന്റ് ഒരു പേപ്പറിൽ എഴുതണം. എന്നിട്ട് ഈ പറഞ്ഞ അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിലോ കൊണ്ടുപോയി നിങ്ങളത് സ്കാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെ അപ്ലോഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡാഷ്ബോർഡിൽ തന്നെ, നിങ്ങളുടെ സ്റ്റുഡൻറ് ഡാഷ്ബോർഡിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സിസ്റ്റം ഒക്കെ നിങ്ങളുടെ സ്റ്റുഡൻറ് ഡാഷ്ബോർഡിൽ ഉണ്ടാവും. അതിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ സെറ്റ് 1ഉം സെറ്റ് 2ഉം ഒക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിലവിൽ അസൈൻമെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 18-നാണ്. അതായത് ജാനുവരി 18-നാണ് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. കാരണം ഫൈനോ സൂപ്പർ ഫൈനോ കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഈ ഫസ്റ്റ് സെമ്മ് പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് അവർ ഉൾപ്പെടുത്തില്ല. അപ്പോൾ അത് പിന്നീട് നിങ്ങൾ സപ്ലി എക്സാമിനേഷനോ പോലുള്ള കാര്യങ്ങളൊക്കെ എഴുതാനുള്ളൊരു സാഹചര്യത്തിലേക്ക് വരും. അത് പിന്നീട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് സെം എക്സാമിനേഷൻ ഈ വർഷം എഴുതുന്നുള്ള കുട്ടികളാണെങ്കിൽ, ഈ പറഞ്ഞ ജനുവരി മാസത്തിൻ്റെ ഉള്ളിൽ, ഈ പറഞ്ഞ 18-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ആ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഓൺലൈനാണ്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അസൈൻമെൻറ്റുകൾ എങ്ങനെ എഴുതാം, അസൈൻമെൻറ്റുകൾ സെറ്റ് 1 എന്താണ്, സെറ്റ് 2 എന്താണ്, ഫേസിംഗ് ഷീറ്റ് ആമുഖ പേജിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം നമ്മൾ സീരീസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. കാരണം നമ്മുടെ മുൻ വർഷങ്ങളിലെ സ്റ്റുഡൻസിൻ്റെയൊക്കെ സംശയങ്ങൾ നമ്മൾ പല പ്രാവശ്യം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക്
സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി നമ്മളൊരു കുറേ സീരീസുകളായിട്ട് നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. അസൈൻമെൻറ്റ് എഡിഷൻ ആണ് നമ്മളിനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു സോ മച്ച്.